മഴത്തോര് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഔതക്കുട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെ ഔതക്കുട്ടിയുടെ അടുത്ത് ഉപവാസം തുടങ്ങിയ കാര്യമൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു മോളെ, ഇതൊന്നും കണ്ട സ്റ്റാൻലി അനങ്ങത്തില്ല, മോളുടെ ശരീരം ഇല്ലാതാവുക മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലാതെ അവനിതൊന്നും കണ്ട ഒരു കുലുക്കവും വരത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അലീനയുടെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഔതക്കുട്ടി സ്റ്റാൻലിയായിട്ട് സംസാരിക്കുമ്പോൾ സ്റ്റാൻലിയും പറയുന്നുണ്ട്, എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, അലീനെ എടുത്ത് പറഞ്ഞു തരെ, തൻ്റെ ശരീരം കളഞ്ഞിട്ടുള്ള ഒരു പണിക്ക് നിൽക്കേണ്ട, ഇതൊന്നും കണ്ട് ഞാൻ അനങ്ങത്തില്ല എന്ന് അലീനെ എടുത്ത് പറയാൻ സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പം ഔതക്കുട്ടി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, അവളെ കൊണ്ടുപോയി അങ്ങ് പാലയിൽ വിട്ടേരെ, അയാൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്, പറഞ്ഞാൽ കേൾക്കാത്തവളുമാരെ ഒന്ന് വീട്ടിൽ നിർത്തണ്ട, നീ പറഞ്ഞു വിട്ടേക്കാൻ പറയാണ്. അത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്കൊരു വിഷമം വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ മോളെ പറഞ്ഞു വിടാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് സംസാരിക്കുന്ന ഔതക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പം ഞാൻ അലീനയോട് എന്താ പറയണ്ടേ, അപ്പച്ചനൊന്നും പറയണ്ട, അപ്പച്ചന് ഒരു കാര്യവും പറഞ്ഞ് അവളെ ഇളക്കാതിരുന്നാൽ മതി എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി ആകെപ്പാടെ ധർമ്മസങ്കടത്തിലാണ്. അതുപോലെ തന്നെ ഔതക്കുട്ടി പറയുന്നുണ്ട്, റീത്താമ്മ വിളിച്ചിരുന്നു, റോബിയുടെ അടുത്തും അലക്സിൻ്റെ അടുത്തൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് ആകെപ്പാടെ പ്രശ്നം, നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഔതക്കുട്ടി നേരെ അലീന അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ലാലിച്ചൻ എന്താ പറഞ്ഞത്, ലാലിച്ചനോട് സംസാരിച്ചോ, എന്താ പറയാനാ, അവൻ്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല, അവനെടുത്ത തീരുമാനത്തിനൊന്നും ഒരു മാറ്റവും വരത്തില്ല, മോൾ ഉപവാസിക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു പരിശ്രമം നടത്തണ്ടേ, മാറ്റമുണ്ടായാലോ എന്ന് അലീന പറയുന്നുണ്ട്. ഓ, അവന് മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഔതക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ലാലിച്ചൻ്റെ വൈഫും മക്കളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അത് വല്യപ്പച്ചനറിയാം, വല്യപ്പച്ചൻ പക്ഷേ എന്നോട് പറയുന്നില്ല. അപ്പം ഉടനെ ഔതക്കുട്ടി എന്ന് പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല മോളെ, സത്യമായിട്ട് അറിയത്തില്ല, ചുമ്മാ പറയുക, എല്ലാ കാര്യവും വല്യപ്പച്ചന് അറിയാമെന്നും ഇരിക്കത്തില്ല, ലാലിച്ചൻ എല്ലാ കാര്യവും വല്യപ്പച്ചനോട് പറയും, പിന്നെ വല്യപ്പച്ചന് എന്നോട് പറയാൻ മടിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഔതക്കുട്ടി പറയുന്നത്, എനിക്കറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ വല്യപ്പച്ചൻ പറയണ്ട, ഞാൻ ചോദിക്കുന്നുമില്ലെന്ന് അലീന പറയുന്നുണ്ട്. അലീന കൂടുതലൊന്നും അതിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പേ ഔതക്കുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ വല്യപ്പച്ചനും അറിയാം, ആരോടും പറയാതിരിക്കുകയാണ്, അതുകൊണ്ടാണ് ലാലിച്ചൻ്റെ ഭാര്യയും മക്കളും ഒന്ന് ഇങ്ങോട്ട് അഞ്ചലിൽ നിന്ന് ഇങ്ങോട്ട് വരാത്തത്. അഞ്ചൽ എന്ന് വെച്ചാൽ വലിയ ദൂരമുള്ള സ്ഥലമൊന്നുമല്ല, എന്നിട്ട് പോലും അവരാരും ലാലിച്ചനെ കാണാൻ വരുന്നില്ല, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. അതിനുശേഷം റോബിയും അലക്സും കൂടെ ഇരുന്ന് ആലോചിക്കുകയാണ്, നമ്മളിങ്ങനെ മിണ്ടാതിരുന്നാൽ ശരിയാവത്തില്ല, ഇപ്പം സകലമാന പേരും അറിഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഈ ചോദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കൊരു ഉത്തരമില്ല, എന്തായാലും നമുക്കിത് ലാലിച്ചനെ വിളിച്ച് ചോദിക്കണമെന്ന് അലക്സ് പറയുന്നുണ്ട്. അപ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, നമ്മൾ വിളിച്ച് പറഞ്ഞാലൊന്നും ലാലിച്ചൻ കേൾക്കത്തില്ല, എന്നാൽ ഞാൻ തന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് അലക്സ് ഫോൺ എടുത്ത് വിളിക്കാൻ ഒരുങ്ങിയാണ്. അപ്പോൾ റോബിച്ചൻ പറയുന്നുണ്ട്, അലക്സിച്ചൻ വിളിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, ലാലിച്ചൻ രണ്ട് വഴക്ക് പറഞ്ഞ് നിർത്തും, അപ്പം പിന്നെ നമ്മളൊന്നും മിണ്ടത്തില്ല. അപ്പോൾ അലക്സ് പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ നമുക്കങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ എല്ലാവരുടെയും മുന്നിൽ നമ്മളാണ് ഉത്തരം പറയേണ്ടത്, ബന്ധുക്കൾ, പള്ളിയിൽ, അങ്ങനെ പല പല ചോദ്യങ്ങളുണ്ട്, അതിനെല്ലാം നമ്മൾ ഉത്തരം പറയണ്ടേ, നമുക്കറിയണ്ടായോ എന്നും പറഞ്ഞിട്ട് അലക്സ് ഫോൺ ചെയ്യുകയാണ്. അപ്പം അവിടെ ഇരുന്ന് കള്ളുടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാലിച്ചൻ. അപ്പം അലക്സ് ഫോൺ ചെയ്യുമ്പോൾ തന്നെ ലാലിച്ചൻ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അലക്സേ, എന്താ കാര്യമെന്ന് ചോദിക്കുകയാണ്. അതെ ലാലിച്ചൻ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്, ഞാനൊരു കാര്യം അറിഞ്ഞായിരുന്നു, അവിടെ ഒരു പെൺകുട്ടിയെ ലാലിച്ചൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്, മകളാണെന്നാണ് എല്ലാവരും അറിഞ്ഞതെന്ന്. ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, അതെ മകളാ, എൻ്റെ മകളാ, അതിനിപ്പം ആർക്കാ കുഴപ്പമെന്ന് സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലക്സ് പറയുന്നുണ്ട്, ലാലിച്ച, ഇത്രയും നാളില്ലാത്ത മകൾ എവിടുന്ന് വന്ന്, എലിസമ്മ ചേച്ചിയും മക്കളും അല്ലേ, 3 മക്കളും അല്ലേ ലാലിച്ചനുള്ളത്, ഇപ്പം ഈ പെങ്കൊച്ച് എവിടുന്ന് വന്ന്, എവിടെയോ കിടന്നൊരു പെങ്കൊച്ച് വന്ന് മകളാന്ന് പറഞ്ഞപ്പോൾ ലാലിച്ചൻ അങ്ങ് അംഗീകരിച്ച് കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എവിടെയോ കിടന്ന ഒരു പെങ്കൊച്ച് വന്ന് എൻ്റെ മകളാന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല, അതെൻ്റെ മകളായത് കൊണ്ടാണ് ഞാൻ അംഗീകരിച്ചതെന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഉടനെ അലക്സ് പറയുന്നുണ്ട്, ലാലിച്ചന് വേറെ പണിയൊന്നുമില്ലേ, അവളെ ആ അനാഥാലയത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടൂടെ, എന്തിനാണ് വീട്ടിലേക്ക് വിളിച്ച് കയറ്റിയത്, എന്തെങ്കിലും കൊടുത്ത് അവളെ തിരിച്ച് ആ അനാഥാലയത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ആരാ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഞാൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, മറ്റുള്ളവരൊന്നുമല്ല എൻ്റെ കാര്യം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നതെന്ന് സ്റ്റാൻലി ചൂടാവുമ്പം അലക്സ് പറയുന്നുണ്ട്, ലാലിച്ചൻ്റെ കാര്യം ലാലിച്ചൻ തന്നെ തീരുമാനിച്ചോ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്രയും നാൾ ഇല്ലാത്തൊരു മകൾ
പിഴച്ചു പറ്റ ഒരു സന്തതിയെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്തിയിട്ട് അവൾ സ്വന്തം മകളാന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? മാത്രമല്ല ഈ പ്രശ്നം ലാലിച്ചന് മാത്രമല്ല ബാക്കിയുള്ളവരെല്ലാം ബാധിക്കുമെന്ന് പറയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞു വരുന്നത്? ഇത് കേൾക്കുമ്പോൾ അലക്സ് പറയുന്നുണ്ട്, ലാലിച്ചൻ ആ പെങ്കൊച്ചിനെ തിരിച്ച് അനാഥാലയത്തിലേക്ക് തന്നെ പറഞ്ഞു വിട്, എന്തെങ്കിലും പൈസയോ നക്കാപ്പിച്ചോ കൊടുത്ത് പറഞ്ഞു വിടാൻ പറയാണ്. ഉടനെ സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മകൾ ഇത്രയും കാലം അനാഥാലയത്തിലാണ് വളർന്നത്, ആരുമില്ലാതെയാണ് അവൾ വളർന്നത്. ഇനിയും അവളെ അനാഥയാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ കാണുന്നവരും കേൾക്കുന്നവരും ബന്ധുക്കളും ഒക്കെ പറയും എനിക്ക് അവിഹിത സന്തതിയാണ് അതെന്ന്. അത് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ ഒരു പേര് ദോഷം കേൾക്കാൻ തയ്യാറാണ്. അതേപോലെ എൻ്റെ മകളും അങ്ങനെ ഒന്ന് കേട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമില്ല. അവൾ എൻ്റെ അവിഹിത സന്തതിയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, ഞാൻ ആരെയെ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ അലക്സ് പറയാണ്, ഇത് ലാലിച്ചനെ മാത്രം ബാധിക്കുന്ന കേസല്ലല്ലോ, നിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കേസല്ല, ഇത് ഞങ്ങളെല്ലാവരെയും ബാധിക്കും, ഞങ്ങളുടെ കുടുംബത്തിനെ, ഞങ്ങളുടെ ബന്ധുക്കളെ, പള്ളിയിൽ, അങ്ങനെ പല പല കാര്യങ്ങളുമുണ്ട്. ഇത് ലാലിച്ചനെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ അത് ശരിയാണ് ലാലിച്ചൻ പറയുന്നത്, പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ എന്നും പറഞ്ഞ് ചൂടാവുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനി ആരെ ബാധിക്കുന്ന കാര്യമായാലും എൻ്റെ മകളെ പറഞ്ഞു വിടാൻ ഞാൻ തയ്യാറല്ല, അവൾ ഇവിടെ തന്നെ നിൽക്കും എൻ്റെ മകളായിട്ട്. ഇനി ആരാ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങോട്ട് വാ, അവർക്കുള്ള ഉത്തരം ഞാൻ തരാം എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അലക്സ് പറയുന്നുണ്ട്, ആ റീത്തമ്മ ചേച്ചി വിളിച്ച് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാവോ? തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലാണ് അവർ സംസാരിച്ചതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അവരെന്തിനാ നിന്നെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യം എന്ത്? അവർക്ക് എന്തെങ്കിലും അറിയോ ചോദിക്കുകയോ വേണമെങ്കിൽ ഇവിടെ വന്ന് എൻ്റെ മുന്നേ വന്ന് ചോദിക്കുക, അത് നിനക്കായാലും നേരിട്ട് വരിക, അതിനുള്ള ഉത്തരം ഞാൻ തന്നോളാം. ആരും എന്നെ പഠിപ്പിക്കാനോ എൻ്റെ മകളെ ഇവിടുന്ന് പറഞ്ഞു വിടാനോ വിചാരിക്കുകയോ വേണ്ടെന്നും പറഞ്ഞ് സ്റ്റാൻലി ഫോൺ വെക്കുകയാണ്. ഉടനെ അലക്സിൻ്റെ അടുത്താണ് റോബിച്ചൻ ചോദിക്കുന്നുണ്ട്, എന്താ പറഞ്ഞ ലാലിച്ച്, എന്താ പറഞ്ഞ? അങ്ങേരെന്താ പറയാൻ? അങ്ങേര് അത് സ്വന്തം മകളാണെന്നും അവിടെ തന്നെ താമസിപ്പിക്കുമെന്നും ആര് വന്നാലും ഒരു മാറ്റം ഇല്ലാതെ തുടരുമെന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങേർക്കിത് എന്തത്തിൻ്റെ കുഴപ്പമോ? നമ്മളെയൊക്കെ നാറ്റിക്കാൻ. മാത്രമല്ല ഇപ്പോൾ അപ്പച്ചനും കൂടെ അങ്ങോട്ട് പോയി, അപ്പച്ചനും അവൾക്ക് അനുകൂലമാണെന്ന് റോബിച്ചൻ പറയുകയാണ്. അവൾ പാവ നല്ല കൊച്ചാ എന്നൊക്കെയാണ് വല്യപ്പച്ചനും പറയുന്നതെന്ന് റോബിച്ചൻ അലക്സിൻ്റെ അടുത്ത് പറയണം. അലക്സ് പറയണം, നല്ല കൊച്ചായാലും പാവമായാലും നമ്മളതൊന്നും നോക്കേണ്ട കാര്യമില്ല, അവിടുന്ന് അവളെ ഇറക്കി വിടുക, ലാലിച്ചൻ അറിയാതെ അവളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കുക, അവൾക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള ഒരവസരവും കൊടുക്കല്, അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളുടെ ജീവിത സുരക്ഷയല്ലെന്ന് അവൾക്ക് തന്നെ തോന്നണം, അങ്ങനെ അവൾ സ്വയം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണമെന്ന് അലക്സ് റോബിച്ചനോട് പറയാണ്. അതിനുവേണ്ടി എന്താണെന്ന് വെച്ച് ആലോചിച്ച് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് റോബി പറയുന്നുണ്ട്, റീത്തമ്മ ചേച്ചി അങ്ങോട്ട് വിളിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്, സംസാരിച്ചിട്ട് സ്റ്റാൻലിയായിട്ട് സംസാരിച്ചതിന് ശേഷം റീത്തമ്മ ചേച്ചി അങ്ങോട്ട് വിളിക്കാമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് റോബി അലക്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ നമുക്ക് റീത്തമ്മ ചേച്ചിയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് അലക്സ് പറയുകയാണ്. അവരുടെ സൈഡിലാണ് ന്യായം, അതുകൊണ്ട് അവരെന്ത് തീരുമാനം എടുത്താലും അവരുടെ കൂടെ തന്നെ നമുക്ക് നിൽക്കണമെന്ന് അലക്സ് പറയുകയാണ്. അപ്പോൾ റോബിച്ചായനും അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അലീനയെ പുറത്താക്കാനായിട്ട് കുളത്തൂപ്പുഴയിലിട്ട് വരാനൊരുങ്ങിയാണ്. അതിനുശേഷം കുളത്തൂപ്പുഴയിലാണെങ്കിൽ അലീന മുറിയിലിരിക്കുമ്പോൾ അങ്ങോട്ട് വല്യപ്പച്ചൻ വരുന്നുണ്ട്. അപ്പം വല്യപ്പച്ചൻ അങ്ങോട്ട് വരുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, വല്യപ്പച്ച എന്തുണ്ട് പുനലൂർ ആകപ്പാടെ പ്രശ്നമാണെന്ന് വല്യപ്പച്ചൻ പറഞ്ഞേ, ഇനി വീണ്ടും പ്രശ്നമായിട്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം വല്യപ്പച്ചൻ പറയുന്നുണ്ട്, അതിന് ചാൻസ് ഉണ്ട്, ആ റീത്തമ്മ ഉണ്ടല്ലോ എല്ലാവരെയും വിളിച്ച് ഈ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോയാലോ വല്യപ്പച്ച, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, കേണലിനും എന്നോട് വലിയ സ്നേഹമൊന്നുമില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, ആര് പറഞ്ഞ്, ലാലിച്ചന് നിന്നോട് ഭയങ്കര സ്നേഹമോ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നോട് ഒരു സ്നേഹവും ഇല്ല, എന്നെ മോളേന്ന് ഇതുവരെ വിളിച്ചിട്ടുണ്ടോ എന്ന് സങ്കടത്തോടെ പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചാൽ ഞാൻ ഓടിച്ചെല്ലത്തില്ലേ അടുത്തേക്ക്, എനിക്കൊരു ചേർത്ത് പിടിച്ചൊരു ഉമ്മ തന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരു സ്നേഹവും എനിക്ക് കിട്ടില്ല, അങ്ങനെ എങ്ങാനും എന്നെ മോളേന്ന് വിളിച്ചാൽ ഓടിപ്പോയി ഞാൻ മടിയിലിരിക്കത്തില്ലേ, എനിക്ക് കിട്ടുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു കൊടുക്കത്തില്ലയോ? പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഒരച്ഛൻ്റെ സ്നേഹം കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഞാൻ കടപ്പാട്ടൂർ കൊല്ലപ്പള്ളിയിൽ എത്തിയതിന് ശേഷം അവിടുന്ന് എനിക്കൊരച്ഛൻ്റെ സ്നേഹം കിട്ടിയായിരുന്നു. ഇവിടെ പപ്പയാണെങ്കിൽ എന്നെ ഒന്ന് മോളേന്ന് പോലും വിളിക്കാറില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാറില്ല എന്നൊക്കെ അലീന ഭയങ്കര സങ്കടത്തോടെ പറയുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും അവനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അത് എനിക്കറിയാം, അവൻ്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇനി ആരെന്ത് പറഞ്ഞും ഇങ്ങോട്ട് വന്ന് നിന്നെ പുറത്താക്കാൻ നോക്കിയാലും അവൻ നിന്നെ സംരക്ഷിച്ചോളൂ, അതുറപ്പാണ്, അങ്ങനെ നിന്നെ അവൻ വിട്ട് കളയത്തില്ല എന്ന് പറയാണ്. നിനക്ക് ഇത്രയും നാൾ കിട്ടാതിരുന്ന സ്നേഹവും എല്ലാം അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, മോള് വിഷമിക്കാതെ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അലീനെ അവതക്കുട്ടി.